ഈ കാണുന്നതാണ് അബിയു ഫ്രൂട്ട്. ഇത് ആൾ സീസണാണ്, ജൈന്റ് അബിയു എന്ന് പറയും. അതുകൊണ്ട് ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്, കാതിക്കുന്നുണ്ട്. അതെ അതെ, ചെറുതിലെ കായ്ക്കുന്നതാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അതായത് നമ്മൾ ഈ ഫ്രൂട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. ഐസ്ക്രീം കഴിച്ചോളൂ, സ്പൂൺ ഇങ്ങനെ കോരി കഴിക്കും. നല്ല മധുരമാണ്. ഐസ്ക്രീമിന്റെ ഏകദേശം ഒരു നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് പോലെ ഇരിക്കും. ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് അബിയു. ഈ കാണുന്ന നമ്മുടെ റംബുട്ടാന്റെ വെറൈറ്റിയാണ്. ഇതെല്ലാം വരികയാണ്. നമ്മളെ പേരത്തമ്പഴം കുരുവിളകും പോലെ ഇളകി വരുന്ന അതെ ഏകദേശം ഒരു 11 വെറൈറ്റി ഉണ്ട് നമ്മുടെ ഇപ്പോൾ. ഫ്ലഷ് കൂടുതലും സീഡ് ചെറുതായിരിക്കും. നമ്മളെ ബദാം പരിപ്പിന്റെ കുരു പോലെ ഇരിക്കും. അത് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പെട്ട റംബുട്ടാനാണ് N18 എന്ന് പറഞ്ഞത്. അത് വ്യവസായമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റിയാണ് N18. അത് കൊലയിൽ കൂടുതൽ കായ്ക്കും. പഴുത്ത് കഴിഞ്ഞാൽ കേടാവാതെ കൂടുതൽ ദിവസം കൊലയിൽ നിൽക്കുകയും പറിച്ചു വെച്ചാൽ കേടാവാതെ കൂടുതൽ ദിവസം ഇരിക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് N18 റംബുട്ടാൻ. അതിന്റെ ചെറുത് 250 രൂപ മുതലുള്ള അതിന്റെ കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ വലുതൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1800 രൂപ വരും. ഇത് മാംഗോസിൻ. ഇത് ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റുള്ളതാണ്. ഇതിന്റെ ചെറുതുണ്ട്. നമുക്ക് 100 രൂപ മുതലുള്ള മാംഗോസിൻ തൈകളുണ്ട്. അതിന്റെ ഗ്രാഫ്റ്റ് ഉണ്ട്, ബഡ് ഉണ്ട്. ഇതെല്ലാം കായ്ക്കാറായ തൈകളാണ്.